ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു പഴംപ്രഥമനാണ്. അപ്പോൾ പഴംപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഇതിനെ എങ്ങനെ ടേക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 3 പഴത്തിൻ്റെ അളവിൽ ഇടത്തരം വലുപ്പത്തിലുള്ള 3 പഴം, ഏകദേശം ഒരു 1/2 കിലോനടക്കം വരും. അങ്ങനെ ഒരു 3 പഴത്തിൻ്റെ അളവിലാണ് ഞാനിന്നിവിടെ പറയണത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതൊരു ഭയങ്കര പഴുത്ത് തൊലി കറുത്തിട്ടൊന്നുമില്ല, എന്നാലും ഒരു വിധം പാകമായിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ. അത് അങ്ങനത്തെ ഒരു 3 ഇടത്തരം വലുപ്പത്തിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സൈഡിലുള്ള നാരൊക്കെ മാറ്റിയിട്ട് നമ്മളിതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വേവിക്കാനുള്ളതാണ്. അപ്പം ചിലർ തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് അങ്ങനെ വേവിക്കും. ഞാനിപ്പോൾ ഈ ഒരു തരത്തിലാണ് ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങനെ കുക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്, അല്ലെങ്കിൽ ഒരു കൊണ്ടുള്ളൊരു പാത്രത്തിൽ ഫ്രൈ പാനിൽ എന്തിലേലും ഇട്ട് കൊടുത്താൽ മതി. ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 2 to 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പൊന്തി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടുപ്പ് ഓണാക്കി വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉടഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിൽ നല്ലപോലെ ഉടഞ്ഞ് വെള്ളമൊക്കെ വറ്റി അങ്ങനെ വെന്ത് കിട്ടണം. എന്താ കുറേശ്ശായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരണം. അതുവരെ നമുക്കിതിനെ ചെറിയ തീയിലിട്ടിട്ട്, പെട്ടെന്ന് തന്നെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിട്ട് കൊടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര, ഒരു 1/2 കിലോ ശർക്കര, ഇതിപ്പോൾ ഞാൻ കുറച്ചധികം കുത്തിയിട്ടുണ്ട്, ഇത്ര എടുക്കേണ്ട, ഒരു 1/2 കിലോ ശർക്കര, 1/2 കിലോ അല്ലെങ്കിൽ ഒരു 6 അച്ചായാലും, 6 അച്ച് ഇത് വലിയ അച്ചാണ്, അപ്പോൾ 6 അച്ചൊക്കെ ആയാലും മതി. ഒരു 5-6 അച്ച് ശർക്കര നമുക്കൊന്ന്, എന്തായാലും പായസത്തിലാകുമ്പോൾ കുറച്ച് മധുരം കൂടി നിൽക്കണം. പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഒരു 6 അച്ച് വലിയ ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ പഴം ഇവിടെ വെള്ളമൊക്കെ വറ്റി വരുന്ന നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ശർക്കര പാനി ഉണ്ടാക്കാം. നമ്മുടെ പഴം ഇവിടെ വെന്തൊന്ന് ചൂടാറിയതിന് ശേഷം ആണ് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പഴം ഒന്ന് ചൂട് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഓൾറെഡി അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിക്കായി ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇതാകണ്ട നല്ലപോലെ അരിഞ്ഞ് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്ത് അതോടൊപ്പം തന്നെ നമുക്ക് ശർക്കരപ്പാനി, അത് അധികം വെള്ളം ഒഴിക്കാണ്ട് ആണ് നമ്മൾ പാനി ഉണ്ടാക്കേണ്ടത്. ആ പാനിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവും, അപ്പോൾ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിനെ നന്നായി ഒന്ന് കുറുക്കി വിട്ട് പോരുന്ന ഒരു പരുവത്തിൽ, ആ ഒരു പരുവത്തിലാവണ വരെ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടണം. അതിനുവേണ്ടി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം, നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ വറ്റണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കണ്ടത് ആ ഭാഗത്തൊരു ഒരിത്തിരി കൂടുതൽ വന്നത് കൊണ്ടാണ് അവിടെ പെട്ടെന്ന് പിടിക്കണ പോലെ തോന്നി. പിന്നെ നമ്മൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി വരുന്ന അപ്പോൾ ഒന്നും കൂടി ഒരു കാരമൽ പോലെ കുറച്ചും കൂടെ ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ അതിനാണ് നമ്മളിതിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം.
അപ്പോൾ വരണ്ടോട് കൂടെ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ വരട്ടി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ഒരുവിധം തിക്നെസ്സായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ വരണം, ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു ഭാഗത്തിൽ ആവുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമുക്കിതിൽ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഒന്ന് നല്ല കളർ ചേഞ്ച് ആവണമല്ലോ, പിന്നെ ഒന്ന് വിട്ടു പോരുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ നമ്മുടെ നെയ്യ് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പായസമാണ്, എന്തായാലും നെയ്യിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ 1-ാം പാലും 2-ാം പാലും ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഓൾറെഡി കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു 2-ാം പാല് എന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള പാല് നമുക്കൊരു 2 കപ്പും പിന്നെ തൻപാൽ അതായത് കട്ടിപ്പാൽ ഏകദേശം 1 കപ്പോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് രണ്ടും അടിച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിധം ഇങ്ങനെ വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തിളക്ക് വരുന്ന വരെ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് 2-ാം പാൽ ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ഒരു 10 മിനിറ്റ്, ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് തീയിലിട്ട് ബബിൾസൊക്കെ വരണ വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ തമ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം പണിയില്ല. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് തമ്പാൽ, അത് 1 കപ്പ് തമ്പാലാണ്, കട്ടിപ്പാൽ അതായത് 1-ാം പാൽ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് രണ്ടൊന്ന് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന്, കാഷ്യൂനട്ട് എത്ര വേണമെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൽ വേറെ കടിക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ കാഷ്യൂവും കിസ്മിസൊക്കെ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിലേക്ക് രണ്ടും ചേർത്തൊന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഈ നെയ്യിലാണ് ഇട്ടത് വരട്ടേണ്ടത്, നെയ്യിലാണ് ആക്കേണ്ടത്. ഞാൻ നെയ്യോട് കൂടെ തന്നെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യോട് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ നെയ്യിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ ആയിട്ട് ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ